ഹായ്, എന്നെ ഉണ്ടെന്നേ. ഇന്നേ നമ്മളൊരു കോട്ടയം സ്റ്റൈലിൽ നല്ല മുളകിട്ടൊരു മീൻകറി ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, കടുക് ഉലുവയും വറുത്തു, ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിലേറെ ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് അടിപൊളിയായിട്ട് വഴറ്റി 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 എടുക്കാം. ഓക്കെ, കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നല്ല നല്ല ആവിയൊക്കെ വന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് സംഭവങ്ങളെല്ലാം കൂടെ. ഇനി ഇതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചെറുതായിട്ടൊന്ന് പേസ്റ്റാക്കി വെച്ചത്. ഇത് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി രണ്ടും കൂടെ മിക്സാണ്. മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ പൊടിയുടെ പച്ചമണ്ണൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. നോക്കിയാൽ എന്താ കളറ്. അതിലേക്ക് നമ്മൾ ആ മുളക് പൊടി മിക്സ് ചെയ്ത് വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് അതും ഒഴിച്ച് കുടംപുളി കുറച്ച് നേരത്തെ മുന്നേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ പുളി മാത്രം ഇട്ടിട്ടുണ്ട്, പുളിവെള്ളം ഒഴിച്ചിട്ടില്ല. ആ പുളി മാത്രം എടുത്ത് വെച്ചിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് നല്ല ഇതുപോലെ തിള വരുന്നവരെ വേവിച്ച് നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി മീൻ ഇടാൻ പറ്റും പോവാണേ. ഇത് ചൂരമീനാട്ടോ. ചൂരമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങി ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ച് ഈ പരുവാണ് കേട്ടോ. അടിപൊളിയാണേ.